ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മട്ടൻ പായ, അതായത് ആട്ടിൻ കാല് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പായ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോഗ്രാം ആട്ടിൻ്റെ കാലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം അല്പനേരം വെച്ചതിന് ശേഷം അരിപ്പയിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അരിപ്പയിലോട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കൈപ്പിടി നിറയെ മല്ലിയില, 1 കൈപ്പിടി നിറയെ പുതിനയില, 10-12 പച്ചമുളക്, പിന്നെ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഈ മസാല വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ജാറിലോട്ട് തന്നെ തക്കാളി പേസ്റ്റ് അരച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം. തക്കാളി പേസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മട്ടൻ പായയ്ക്ക് വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ 2 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുനുകുനാന്ന് കട്ട് ചെയ്യുവാണ്, വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ട്, പിന്നെ തക്കാളി പേസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2-2.5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പായ മസാലയാണ്, മെഹ്റാൻ്റെ മട്ടൻ പായ മസാലയാണിത്. ഇത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല തന്നെ ഇതിൽ മതിയാകും. ഇനി ബാക്കി ഇത് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ആട്ടിൻകാല് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലയും ആട്ടിൻകാലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ബെസ്റ്റായിട്ടുള്ള ഒരു പായ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ വിസിൽ വരുന്ന സമയത്ത് വെള്ളം വറ്റിപ്പോകാനുള്ള ചാൻസ് ഉള്ളതാണ്. ആവശ്യത്തിന് വെള്ളം വെച്ച് വേണം കുക്കർ അടയ്ക്കാനായിട്ട്. ഒരു 10-15 വിസിലോളം വേണം. ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടായിരിക്കും. അത്യാവശ്യം ഒരു 15 വിസിലിൻ്റെ മുകളിലോട്ട് വേണം. അങ്ങനെ നമ്മുടെ മട്ടൻ പായ ഏകദേശം നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്കപ്പോൾ ഞാനിവിടെ ഇന്ന് പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. മട്ടൻ പായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ റെസിപ്പിയുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.